എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി കർക്കിടക മാസം ചെയ്യാൻ പറ്റിയ ഒരു വഴിപാടിനെ കുറിച്ചാണ്. ചില അമ്മമാർ പറയുന്നത് കേൾക്കാം, കുട്ടികൾ പഠിക്കുന്നുണ്ട് പക്ഷേ പരീക്ഷയിൽ മാർക്കില്ല. ചില കുട്ടികൾക്കാണെങ്കിലോ പരീക്ഷയാകുമ്പോൾ പേടി. ഇങ്ങനെയെല്ലാം വരുമ്പോൾ ദേവീക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു പുഷ്പാഞ്ജലിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വിദ്യാഭ്യാസ പുരോഗതിക്കും ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനുമായി സരസ്വതി ദേവിക്ക് കഴിക്കാനുള്ള വഴിപാടാണ് സരസ്വത പുഷ്പാഞ്ജലി. ഇങ്ങനെ കഴിപ്പിക്കുന്നത് കുട്ടികൾ പഠനത്തിനുള്ള ഏകാഗ്രത വർദ്ധിപ്പിക്കാനും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും ഈ വഴിപാട് കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും സരസ്വതി ക്ഷേത്രങ്ങളിലും ഈ വഴിപാട് കഴിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ക്ലാസ്സിൽ ഏകാഗ്രത കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ സരസ്വത വഴിപാട് കഴിപ്പിക്കാവുന്നതാണ്. ബുധനാഴ്ചകളിലാണ് ഈ വഴിപാട് കഴിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യം. സാരസ്വത പുഷ്പാഞ്ജലിയുടെ കൂടെ ത്രിമധുര വഴിപാട് കൂടി കഴിപ്പിക്കുന്നത് വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നു. കർക്കിടക മാസത്തിൽ ഈ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് ഏറെ ഗുണം നൽകും. അക്കാദമിക് രംഗത്ത് ഉന്നത വിജയവും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ പുരോഗതി നേടുന്നതിനുമായി സരസ്വതി ദേവിക്ക് ഈ വഴിപാട് കഴിപ്പിക്കാവുന്നതാണ്. കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വിദ്യാലാഭത്തിനുമായി ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഈ വഴിപാടുകളെല്ലാം തന്നെ എല്ലാ ക്ഷേത്രങ്ങളും നിത്യേന ചെയ്യുന്നതാണ്. ദക്ഷിണാമൂർത്തിക്ക് ധാരയും നെയ്വിളക്ക് കഴിപ്പിക്കുന്നതും കുട്ടികളുടെ പഠനത്തിന് നല്ലതാണ്. ത്രിമധുര വഴിപാട് കഴിപ്പിച്ച പ്രസാദം കുട്ടിക്ക് കൊടുക്കുക. ഇങ്ങനെ കഴിപ്പിക്കുന്നത് കുട്ടികൾക്ക് ആത്മവിശ്വാസവും പേടിയും ഇല്ലാതാകും. കുട്ടികളുടെ പഠനത്തിലുള്ള ശ്രദ്ധക്കുറവ് സാരസ്വത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതിലൂടെ മാറിക്കിട്ടും. ഇങ്ങനെ കഴിപ്പിക്കുന്നത് കുട്ടികൾക്ക് നല്ല ഏകാഗ്രത കിട്ടുകയും ചെയ്യും. സാരസ്വത പുഷ്പാഞ്ജലി ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, അക്കാദമിക് രംഗത്ത് പഠിക്കുന്ന കുട്ടികൾക്കും എന്ത് പരീക്ഷ എഴുതുന്നവർക്കും ഉന്നത വിജയം നേടാൻ കഴിപ്പിക്കാവുന്നതാണ്. കുട്ടികളിൽ പഠനത്തോടുള്ള താല്പര്യവും ഏകാഗ്രതയും ഇത് കഴിപ്പിക്കുന്നതിലൂടെ കിട്ടും. സംസാരശേഷിയിലോ പഠനത്തിലോ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഈ പൂജ കഴിപ്പിക്കാവുന്നതാണ്. സാരസ്വത പുഷ്പാഞ്ജലിയോടൊപ്പം തന്നെ ത്രിമധുരവും കഴിപ്പിക്കാവുന്നതാണ്. 3 മധുരദ്രവ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന നിവേദ്യമാണ് ത്രിമധുരം. ഇത് സരസ്വതി ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട നിവേദ്യങ്ങളിൽ ഒന്നാണ്. ത്രിമധുരം അത്യന്തം ഭക്തിപൂർവ്വം ഒരു നിവേദ്യമാണ്. ദേവിയുടെ സ്നേഹവും അനുഗ്രഹവും നേടാനുള്ള ഒരു മധുരമായ വഴിപാടാണ് ത്രിമധുര വഴിപാട്. അതുകൊണ്ട് തന്നെ ഈ വഴിപാട് കുട്ടികൾക്ക് കഴിപ്പിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും നമസ്കാരം.